വന്നയാ എന്റെ നേരെ ഗുർഗാമിലേക്ക് വരാം. ഇത് കാണാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിന് ശാന്തിയാവും. വേറൊരു സ്ഥലത്തൊന്നേക്കണ പോലെ തോന്നും. വെറുതെ മാമു 1.5 കൊല്ലായിട്ട് നാട്ടില് വരാതെ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പോവാനാണ്? ബാറ്, പപ്പ്, എല്ലാ സാധനവും. ഇത് വേറൊരു സ്ഥലം നോർത്തില, ഒരു പോർഷ് ഏരിയ. ഇപ്പൊ നമ്മ ജർമ്മനിയിലാന്ന് പറഞ്ഞാലല്ല, നേരെ വന്ന് ഡൽഹിയിൽ നിന്ന് നേരെ ജർമ്മനിലോട്ട് കൊണ്ടുപോയി. അങ്ങനത്തെ ഒരു ഏരിയ. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മുറുക്കാക്കട. ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തടിപൊളിയായിരിക്കും. എല്ലാം അവിടെ ഡൽഹിയിലത്തെ മുറുക്കാക്കട ഞാൻ ഇവിടെ ഒരു കൂമ്പാരം ഉണ്ടാവും തുപ്പിയിട്ടേക്കണത്. ഇത് നേരെ പക്ഷേ സ്റ്റാൻഡേർഡ് മുറുക്കാക്കട. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഭായിമാർക്ക് മുറുക്കാം. ഇതൊരു ഇന്റർനാഷണൽ സാധനം ഉണ്ടോ? ഇതൊക്കെ അലക്കാനിട്ടേക്കണത്. ഇത് അലക്കാനിട്ടേക്കണല്ല ഗൈസ്. ഇതാണ് ഇവിടെ എന്താണ് ഡിസൈൻ അടിപൊളി പബ്ബാണ്. എങ്ങനെ കപ്പിൾസ് എൻട്രി ഫ്രീ ആണ്? ഷോല ഇത് കൊള്ളാം. സെറ്റപ്പ് സ്ഥലമുണ്ട്. ഇതാണ് യഥാർത്ഥ പോർഷ് ഏരിയ എന്ന് പറയാൻ. നല്ലതായിട്ട് ക്ലീനായിട്ട് വെച്ചേക്കുന്നത്. അവൻ്റെ അടുത്ത് വന്നത് വെറുതെ ആയില്ല. ഓരോ സ്ഥലങ്ങളെ പരിചയപ്പെടുത്തുന്നു, മുറുക്കാങ്ങടയെ കാണിച്ചു തന്നു. കണ്ടിട്ട് അത്ഭുതപ്പെട്ടു ഞാൻ. നൈറ്റൊക്കെ വന്നിരിക്കാനായിട്ട് അടിപൊളിയാണ്. ഇങ്ങനെ വന്നിരിക്കാം. എത്ര 4 മണി വരെ കണ്ടിട്ടുണ്ടെന്ന് സ്ഥലം. 4 മണി വരെ ഞാനിത് കണ്ടിട്ട് വാവായി പോയി. പിള്ളേർക്ക് വരയ്ക്കാനൊക്കെ ഒരു സാധനമൊക്കെ ഉണ്ട് ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റണത്. ഇത് ശരിക്കും ഒരു ഇന്റർനാഷണൽ സെറ്റപ്പ് ഉണ്ടോ ഇന്ത്യയില്? അതൊക്കെ ജർമ്മനിയിലുള്ള കടയിൽ ഒരുത്തം വന്നപ്പോ പറയണാണ് ഇത് കണ്ട കാനഡയിലുള്ള നിന്റെ അടുത്തുള്ള കട എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ അവിടെ ഡൽഹിയിലെ ലോക്കൽ മാർക്കറ്റിൽ കാണുന്നത്. ഇവരത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേക്കണം നൈസായിട്ട്. അവിടെ 100 രൂപ കിടന്ന ഇവിടെ ഒരു 2000-3000 രൂപ കൊടുക്കുമല്ലേ. ഇതാണ് കാനഡയിലുള്ള കട. കാനഡയുടെ ചിഹ്നം കണ്ടിട്ടാണ്. സെറ്റപ്പുള്ള പേപ്പർ ബ്രാൻഡുകളുടെ ഒരു ഷോപ്പ്. അതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒറ്റേച്ചാണ്. അവൻ പറഞ്ഞത് ലുലു മാള് ഇങ്ങനെ പറിച്ച് ഓരോ സ്ഥലങ്ങൾ ഇട്ടേക്കണ സ്ഥലം. അതാണ് ഈ സ്ഥലം. സൈബർ ഹബ്ബ്. നിങ്ങൾ ഡൽഹിയിൽ വരാൻ നേരെ ഒരു മെട്രോയൊക്കെ ഗുർഗാമിൽ വരാം. സൈബർ ട്രക്ക് ഒന്ന് കാണാം. അപ്പൊ മനസ്സിലാവും വ്യത്യാസം. ആദ്യം ഡൽഹിയാണോ? ആദ്യം ഡൽഹിയുടെ തെരുവീതികളിലൂടെ നടക്കാം. ഇതെല്ലാള് 1.5 കൊല്ലായിട്ട് നാട്ടിലോട്ട് വരാത്ത ഇങ്ങനത്തെ സാധനം കിട്ടേലേ. ഞാൻ എന്നോട് ചോദിച്ച് പുറത്തേക്ക് പോകണമെന്ന് വെച്ചപ്പോ ഇല്ല. ഞാൻ വന്നിറങ്ങിയ സ്ഥലം അങ്ങനത്തെ സ്ഥലം. ഇവിടെ ഇന്റർനാഷണൽ ഷെഫ് എടുക്കല്ലേ, ഇന്റർനാഷണൽ സാധനം. എവിടെയാണെങ്കിലും പോവാ. എല്ലാ കടകളും ഇവിടെ ഉണ്ട്. നീ പുറത്തോട്ട് പോണ് കാനഡ ഷോപ്പ് അടക്കണ്, ജർമ്മനി ഷോപ്പ് പോണെ ജർമ്മനി ഷോപ്പ് അടക്കണ്, എല്ലാം ഉണ്ട്. ഇന്ന് ജർമ്മനിയിലാണെങ്കിൽ നടക്കാൻ. ഇതാണ് സൈബർ സിറ്റി. നമ്മുടെ കുറുമ്പത്തിരുത്തിൽ ഒരു ഭാഗം ഇങ്ങനെ ബിൽഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഇതുപോലെ ഒരു സ്ഥലം കുറുമ്പത്തിരുത്ത് അടുക്ക് ഉടുക്കാതെ ഇത് കാണുകയാണെങ്കിൽ പ്ലാനിട്ടോ. ഉടുക്കൻ്റെ ആഗ്രഹം ഇങ്ങനെയൊക്കെയാണ്. ഉടുക്കൻ്റെ ആഗ്രഹം എന്തിനാ അറിയാം? കുടുംബത്തിരുത്ത് മൊത്തം അടിച്ച് കൊടുത്തു ഫുള്ള് മൊത്തം മതിലോണി എല്ലാവർക്കും ഒരു വാക്കിട്ട് കൊടുത്തു. ആരെങ്കിലും മാത്രമേ അവനെ അടിപൊളിയാവണമെന്നാണ് പറയണത്. ജർമ്മനി പോയേക്കണ ഹിറ്റ്ലറാണെന്നാണ്. മാമൂനെ കണ്ടിട്ട് റോക്ക് സ്റ്റാർ ആണെന്നാണ് പറഞ്ഞത്. മുടി കണ്ടിട്ട് ഒരുച്ചം പുറത്തട്ടിട്ട് പറയണേ റോക്ക് സ്റ്റാർ ആണെന്ന് പറഞ്ഞോട്. പുറത്തിറങ്ങാത്ത ആള്. ഇത് മറ്റേ ഐസ്ക്രീം കൊടുക്കുന്ന സ്ഥലമല്ലേ?
മസ്റ്റായിട്ട് ഇവിടെ വരുമ്പോൾ ഡൽഹിയിൽ വരുമ്പോൾ ഇതൊന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. സൈബർ ഹബ്ബ് ഗുരുഗ്രാമില. വേറെ സ്റ്റേറ്റ് ആണെന്നുണ്ടല്ലേ? ഹരിയാനയാണ്, പക്ഷെ അടുത്താണ്, വലിയ ദൂരമില്ല ഡൽഹി. അപ്പൊ വേറെ ഏരിയ. അപ്പൊ യഥാർത്ഥ മറ്റേ മുറുക്കാൻ കട കാണാൻ പറ്റും. പക്ഷെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട്? ആ അതെ, ഭായിമാരാണ് പബ്ബുകളുടെ ഒരു ഏരിയ. അതായത് ഇങ്ങനെ ചില്ല് ചെയ്യാനും നീറ്റായിട്ട് സേഫായിട്ടും ഇനി ഇവിടെ നടക്കണമെങ്കിൽ ഇങ്ങനത്തെ ഏരിയയിലാണ്. വൃത്തി, ക്ലീൻ, പിന്നെ ചില്ല് ചെയ്യുക, ആഘോഷിക്കുക. പൈസ വേണം കേട്ടോ, നല്ല പൈസ വേണം. നമ്മൾ എവിടെ വന്നാലും ഈ പരിപാടി ചെയ്യണം. ഐഫോണിൻ്റെ സ്റ്റോറിൽ വല്ല ഇങ്ങനത്തെ സാധനങ്ങൾ എടുക്കുക, ഓണാക്കി വെക്കാം. ഇങ്ങനെയൊക്കെയല്ലേ നല്ലത്. ഓരോ സാധനങ്ങളൊക്കെ പഠിക്കണ്ടേ, പഠിക്കാനുള്ളതല്ലേ. ന്യൂ ഇയറിനൊക്കെ വന്നാൽ നൈസാണ് ഗൈസ്. ന്യൂ ഇയർ പ്രോഗ്രാമിനൊക്കെ വന്നു കഴിഞ്ഞാൽ കൗണ്ടാണൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് ആഘോഷിച്ച് പോവാം. ഇവിടെ അതന്നെ എല്ലായിടത്തും ഇങ്ങനെ എന്തുള്ള നടക്ക ഇങ്ങനെ കൊള്ളാട്ട പറ്റും. കൊള്ളാം, വേറൊരു സ്ഥലം. എന്തായാലും സൈബർ സിറ്റി ഒന്ന് വിസിറ്റ് ചെയ്തോ. തുടങ്ങിയ സ്ഥലം വേറെ ഉണ്ടായില്ല. ബാംഗ്ലൂരൊക്കെ ഞാൻ പോയിട്ടില്ലട്ടോ. എങ്ങനെയാണ് ചർച്ച് സ്ട്രീറ്റ്? നോക്കണമല്ലോ. അങ്ങനെ ആരെങ്കിലും ചർച്ച് സ്ട്രീറ്റ് ഇതുപോലെയാണെങ്കിൽ കമന്റ് ചെയ്യുക. വേറൊരു സ്ഥലം ആണ് സൈബർ ഹബ്. മസ്റ്റ് വിസിറ്റാണ്ട. വന്നു കഴിഞ്ഞാൽ ഒരിക്കലും വെറുതെ ആകത്തില്ല. ഡൽഹിയിലെ സ്ട്രീറ്റിലൂടെയുള്ള ഇതൊക്കെ കണ്ട് നടക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്ന് കാണുമ്പോൾ നല്ല സമാധാനം ഉണ്ടാവും. ആദ്യം ഡൽഹി, എന്നിട്ട് ഗുരുഗ്രാമിലെ മോശം സ്ഥലങ്ങളുണ്ടെന്ന് പറയണത്, പക്ഷെ എന്നാലും അത്ര ഇല്ലല്ലോ. പിന്നെ പബ്ബാണെന്നുണ്ടല്ലോ ഗുരുഗ്രാം പോലെ, മിനി ഗോവയൊക്കെ പോലെ. ഇവിടെ മദ്യത്തിന്റെ വിലയൊക്കെ നമുക്കൊന്നും അറിയാം. ഓണത്തിന് കുപ്പിയെടുക്കാൻ പോയി. കേരളത്തിലേക്കുള്ള കുപ്പി സപ്ലൈ വെറുതെ ഒരു ഓപ്പൺ സ്റ്റോറേജ്. ഇവിടെ ഇന്ത്യയിലെ മാഹിയെ പോലെയാണ്, അല്ലെങ്കിൽ ഹരിയാനാണ്? ഇവിടെ ഹരിയാന അല്ലെങ്കിൽ മാഹിയാണ്. മദ്യത്തിന് ഇവിടെ ഇവിടെ 1800 രൂപ. 1500. നമ്മളവിടെ എനിക്ക് എത്ര രൂപ? ആബ്സല്യൂട്ടിന് 1800 സാധനത്തിന് ഇതാണ് ഔഷധം. എന്തോ പറയണി, എത്രയോ മറ്റേ ഐസിലിട്ടിട്ടൊക്കെ കാണല്ലേ ഉണ്ട് ഇനി. ഇതല്ലേ മറ്റേ തണുപ്പിച്ചടിക്കുന്ന ഇത് ഔഷധമാണ്. ഇവിടെ മദ്യത്തിന് ഭയങ്കര വില കുറവാണ്. ഇവിടെ ഭയങ്കര ബീർ വാങ്ങാൻ 250-200 കൊടുക്കണം. അതിന് മുമ്പേ അത് ഇവിടെ അരവാഞ്ചി. ഇതൊക്കെ മൊത്തം മദ്യത്തിൻ്റെ ഉണ്ട, അതായത് പ്രീമിയം മദ്യം, ഫുള്ള് പ്രീമിയം. പക്ഷെ ഒരു 1000 രൂപ 1500 രൂപയിൽ സാധനം കിട്ടുന്നുണ്ട്. അതിന് മോളോടെ കേട്ടോ. അല്ല ബിയറൊക്കെ എല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാണല്ലോ എന്നെ തെറി പറയാമാതിരി. അപ്പം കണ്ട തെറി
ഒന്നറിയാം ഒരെണ്ണം വാങ്ങിച്ചുണ്ടായിരുന്നില്ലേ നമ്മുടെ ബ്രസീലിയന്റെ ബ്രാൻഡി മോഡലിനെ ചേർത്തണ. ഓ അത് കാണാൻ പറ്റി. ഈ ബാറിന്റെ ഇവിടേക്ക് ഇരുന്ന് നല്ല പാർട്ടി ആയിട്ടിരുന്ന് അടിക്കുക. പക്ഷെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് സമാധാനത്തോട്ടിരുന്ന് അടിക്കുമെന്ന് പറയണൂടാ. സേഫാണെന്ന് അലമ്പില്ല ഇവിടെ ആൾക്കാർ. എനിക്കറിയില്ലട്ടെ 1.5 കൊല്ലം എടുക്കണത് പറഞ്ഞാണ് എന്നോട്. അതാണ് ഞാൻ നിങ്ങളോട് പറയണത്. എന്തിനാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ എനിക്ക് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നടക്കല്ല. യൂറോപ്പിലാണ് പോയി കഴിഞ്ഞാൽ അവന്മാരെ 2-3-4 കിലോമീറ്റർ നടന്നാണ് മറ്റേ 6 കിലോമീറ്റർ നീ കിടക്കുക, 6 കിലോമീറ്റർ ഞാൻ കിടക്കാം. വാഴയില പോലെയാണ് എല്ലായിടത്തും. ഫോട്ടോഗ്രാഫിനോട്ടല്ല ഓടുന്ന അയാള് പറയും എടുക്കാൻ പറ്റാണ് നിർത്തുക. അതന്നെ എത്ര നേരം ചെയ്തത് സേവ്. ഇവിടത്തെ മറ്റേതാണ്ട എന്നിട്ടാണ് ഓവർ ബ്രിഡ്ജിന്റെ ലുക്കാണ് ഈ കാണുന്നത്. ഒരു ഓവർ ബ്രിഡ്ജാണത്. ഇതിന്റെ താഴെ കൂടി ഇനി മുളിക്കാൻ പറ്റുമോ? വേണ്ട. ഇവിടത്തെ ഓവർ ബ്രിഡ്ജിന്റെ ലുക്ക് എന്തിട്ടാ ലുക്ക് നോക്കിയേ. സീൻ തന്നെ. ഞാൻ ഡൽഹിയിലാണെന്ന് വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ചത് ആശു ചേരിയിൽ കിടന്ന് മരിക്കുന്നു. ഇവിടെ സുഖം ലക്ഷറി ലൈഫ് ആണ്. ലക്ഷറി ലൈഫ് ആണ്. പെട്ടെന്ന് ലക്ഷറി ആണോ എന്ന് കഴിഞ്ഞാടാ. ലോക്കലാണെന്ന് പറഞ്ഞാൽ നേരെ ഉടിച്ച് ഉള്ളിലോട്ട് കിടക്കാം. അത് വേണം. അങ്ങനെ വേണം. മനസ്സിന് സമാധാനം കിട്ടും, ശാന്തിയും കിട്ടും. അതെ, ഞങ്ങൾ അടുത്ത മദ്യക്കടയിലേക്കാണ് വന്നേക്കണത്. ഇത് 2 ഫ്ലോറുള്ള മദ്യക്കട. ടോയ്ലറ്റ് നോക്കി. 2 ഫ്ലോറിന്റെ മദ്യക്കടയാണ്. അതും ഇതുകൊണ്ട് എല്ലാ മദ്യം ഉണ്ടാകുന്നുണ്ടല്ലോ. ജയ്സൽമീറിലെ മദ്യമാണത്. ജയ്സൽമീർ പോകാത്തത്. ഓ എന്തിട്ട് സെറ്റപ്പ്. മതി ആ സാധനം ഐസിൻ്റെ ഉള്ളിൽ തണുപ്പിച്ച് ചെയ്യണം. മറ്റേ സാധനം ടോക്കിയോ. അതെ, ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. ശരിക്കും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇതൊക്കെയാണ് സാധനം. പക്ഷെ ഇതിനെ കൊടുക്കാത്ത പൈസ ശരി കൊടുക്കുന്നുള്ളതേ. പക്ഷെ ഇവിടെ വില കുറവാണെന്നാണ് പറയണത്. ഇതിനൊക്കെ നല്ല പൈസ. ഇപ്പൊ നമ്മ എല്ലാം നോക്കിയേ. ഇതൊക്കെ വാങ്ങിച്ചുണ്ടോ കഴിഞ്ഞ് ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയ സ്ഥലം. അത് ഇതിന്റെ ഉള്ളിൽ എന്താ സാധനം. ചില്ലാന്ന് വിചാരിച്ചു. ഈ മദ്യശാലയും കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ അടുത്ത സ്ഥലം പിടിക്കാൻ പോവുകയാണ്. അടുത്ത തെരുവീതിക്കാണ് അവിടെ കാണാൻ പോകുന്നത്. ഇത് കുറച്ച് 18+ കണ്ടന്റാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് റെഡ് സ്ട്രീറ്റ് അല്ലേ, എങ്ങനെ പറയാ, നാട്ടിലൊരു പാലാരിവട്ടം. അതെ, പാലാരിവട്ടം. ഡൽഹിയിലല്ല, ബോംബെയിലല്ലേ, മുംബൈയിലല്ലേ? എല്ലാം അറിയാ. നടന്നുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ഉള്ളിൽ കൂടി എന്നിട്ടാണത് കുഴിച്ചിട്ടേക്കണേ. മെട്രോ പോണേണത്. ഓ, അണ്ടർ പാസേജ്. ഓ, റോഡാണല്ലേ. ഡെവലപ്മെന്റ് ആയിട്ടില്ല അവിടെ.
ഡൽഹി ക്ലീനായ ഡൽഹി അടിപൊളിയാണ്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷേ ഗുരുഗ്രാം കൊള്ളാട്ടാ, അത്യാവശ്യം നൈസാണ്. ഗുരുഗ്രാം വിസിറ്റ് ചെയ്യുക. വലിയ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഒന്നും ഇല്ലെങ്കിലും ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഉണ്ട് മൗണ്ടൻ. അതായത് മത്തിയടിക്കാനാണെങ്കിൽ ഇവിടെ വരാം, വില കുറയുന്ന മദ്യം കിട്ടും. അത് നല്ല നല്ല സാധനങ്ങൾ, ലോക്കൽ മദ്യങ്ങളെല്ലാം. ഇവർ വേറെ മൗണ്ടൻ, ബാംഗ്ലൂർ അങ്ങനത്തെ ഒക്കെ പോലത്തെ സ്ഥലം. കാഴ്ചണ്ട, പല ഓട്ടക്കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇവിടുന്ന്. ഇതൊരു ഏരിയയാണ്. വേണ്ട പോലീസ്, അവിടുന്ന് പോലീസ് തന്നെ, അതുകൊണ്ടാണ് അവർ ഓടണത്. ആ ആള് വടിയും വീശി നടക്കാൻ വന്നേക്കാണ്. അവിടെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും അവിടെ ആള് മറ്റേതാ സർവതല അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. മറ്റേതാ പാലാരിവട്ടം എടപ്പള്ളി മെട്രോ പില്ലർ. അതന്നെ മെട്രോ പില്ലർ ഇവർക്ക് എല്ലാവർക്കും സെയിമാണ്. ഫ്രൈഡ് ഐറ്റംസുകൾ ഇതുണ്ട്. ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റാണിത്. എല്ലാ ഐറ്റംസുകളും ഉണ്ട്. അതെ, ഇവിടെ തൊട്ടപ്പുറത്ത് ചിക്കൻ വാങ്ങിക്കുക, ഇവിടെ നിന്ന് അതിൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോവാം. എണ്ണ, കടുകെണ്ണ, എല്ലാ സാധനങ്ങളും ഉണ്ട്. മീൻകട. ഓ എന്ത് ചെമ്മീനാണ്. നിങ്ങൾ പക്ഷെ എന്നാലും ഇവര് അത്യാവശ്യം ഇവിടെ ക്ലീൻ ആയിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലേ അല്ലേ അത്യാവശ്യം ക്ലീൻ ആയിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് മൊത്തം എക്സ്പ്ലോറിങ് ആണ്. ഫുള്ള് ഇവിടുത്തെ സ്ട്രീറ്റ് മൊത്തം കണ്ടിരിക്കുകയാണ്. കൊഞ്ച കണ്ട, ചെമ്മീൻ, മീൻ, ഇതൊക്കെ ചിലപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകാൻ വഴിയില്ല ഇതിനകത്തൊന്നും, ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും അല്ലേ. ഇതൊക്കെ റയറായിട്ട് മാമു വഴി നമുക്ക് കാണിച്ചു തരുന്ന സാധനങ്ങളാണ്. റയർ ഇവിടെ വില കുറവാണ്. കയറി കഴിഞ്ഞാൽ മീൻ വേണമെങ്കിൽ മീൻ വാങ്ങിക്കുക, ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ വാങ്ങിക്കുക, കട്ട് ചെയ്ത് തരുമോ കിടക്കാൻ നോക്കി ഫുള്ള് കട്ട് ചെയ്യാൻ പറ്റുന്ന പീസല്ലേ. അതായത് മീറ്റ് മാത്രമായിട്ട് കിട്ടും. മീറ്റ് മാത്രം കിട്ടും, കാല് മാത്രം വാങ്ങിക്കുക. അവിടെ ഒരാൾ കാലൊക്കെ വറുത്ത ചെയ്യാൻ വേണ്ടി ചിക്കനൊക്കെ കിടക്കണ നാടൻ ചിക്കനാണല്ല, ബ്രോയിലർ ഉണ്ടല്ല. ഇത് KFC സാധനം, സിക്കന്ദർ KFC. അതെ പേരിട്. നേരെ മെട്രോ പിടിക്കാം. അപ്പൊ പോണേ കേട്ടോ മാമു. മെട്രോ സ്റ്റേഷനിലെത്തി. നാളെ ഞാൻ തിറകൊക്കെ ക്ഷണിച്ചിരിക്കുകയാണ് അങ്ങോട്ടേക്ക്. അപ്പൊ ആട്ടോടിയിരിക്കുക. അപ്പൊ എന്നെ ഗുരുഗ്രാം കാണിച്ചിട്ട് മമ്മു പോവുകയാണ്. ബൈ ബൈ, താങ്ക് യു ഫോർ ദി നൈറ്റ്. ബൈ ബൈ, ടാറ്റ ടാറ്റ. ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ തിരി വിളിക്കാം. വരും കസോളിലേക്ക് പോകാനായിട്ട്. ടാറ്റ. കാണാൻ പറ്റി ഒരുപാട് സ്ഥലങ്ങളിൽ ഇറങ്ങി. ഇനി എന്തായാലും ഞാൻ എൻ്റെ റൂമിൽ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ എല്ലാവർക്കും ബായ്.
Malaysia. Berapa kira phone kan?